ഫോട്ടോഷോപ്പിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഒരു 3D റെൻഡറിലേക്കോ ഒരു ഇമേജിലേക്കോ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി പ്ലേസ് ചെയ്ത ശേഷം നിങ്ങൾക്കത് ഫേക്ക് ആയാണോ ഫീൽ ചെയ്യുന്നത്? ഇതിന്റെ റീസൺ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഇമേജിന്റെ പെർസ്പെക്റ്റീവുമായി മാച്ച് ആകാത്തതാണ്. മോസ്റ്റ്ലി ഒബ്ജക്റ്റുകൾ ഇതുപോലെ പ്ലേസ് ചെയ്യുന്നതിനായി സ്ക്യൂ, ഡിസ്റ്റോർട്ട്, പെർസ്പെക്റ്റീവ് തുടങ്ങിയ ഫോട്ടോഷോപ്പ് ടൂളുകളാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് ലഭിക്കുന്ന റിസൾട്ട് ഫേക്ക് ആയിരിക്കും. ഈ വീഡിയോയിൽ ഫോട്ടോഷോപ്പ് ബീറ്റയിലെ റൊട്ടേറ്റ് ഒബ്ജക്റ്റ് ടൂൾ എന്ന ന്യൂ ഫീച്ചർ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യാം, ആർച്ചീവ്സ് വർക്ക് ഫ്ലോയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്കിതിൽ ചെക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. ആദ്യമായി ഈ ഒരു സീനിലേക്ക് ഈ കാണുന്ന ഇമേജിലെ ആം ചെയറിനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്നും ഈ ഒരു ആം ചെയറിനെ മാത്രം സെലക്ട് ചെയ്യേണ്ടതാണ്. ഫോട്ടോഷോപ്പിലെ ഒബ്ജക്ട് സെലക്ഷൻ ടൂളാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. നമ്മൾ ആം ചെയർ ഇവിടെ ഇതുപോലെ സെലക്ട് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇനി മൂവ് ടൂൾ യൂസ് ചെയ്ത് ഈ ഒരു ആം ചെയറിനെ മൂവ് ചെയ്ത് നമ്മൾ ഇമേജിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. നമുക്കിവിടെ ഇതുപോലെയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ സീൻ പെർസ്പെക്റ്റീവും നമ്മൾ പ്ലേസ് ചെയ്ത ഈ ഒരു ആം ചെയറിന്റെ ഓറിയന്റേഷനും ഇവിടെ മാച്ച് ചെയ്യുന്നില്ല. ഇതിൽ കൺട്രോൾ T പ്രസ് ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഇതിനെ ഹൊറിസോണ്ടലായി ഫ്ലിപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇപ്പോഴും നമ്മുടെ ആം ചെയർ ഈ ഒരു സീനുമായി മാച്ച് ആകുന്നില്ല. പലപ്പോഴും നമ്മുടെ ഇമേജിലേക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. ഇവിടെയാണ് റൊട്ടേറ്റ് ഒബ്ജക്റ്റ് ടൂൾ എന്ന ന്യൂ ടൂളിന്റെ ഇമ്പോർട്ടൻസ്. ഫോട്ടോഷോപ്പ് ബീറ്റയിലാണ് ഈ ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റീവ് ക്ലൗഡിൽ ഫോട്ടോഷോപ്പ് ബീറ്റ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ടൂൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിൽ റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ടൂൾ ആക്സസ് ചെയ്യുന്നതിനായി ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ T പ്രസ് ചെയ്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിൽ നിന്നും റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് ഈ ടൂൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ ആം ചെയറിന്റെ ഇമേജ് ഇതിലൂടെ ഒരു റൊട്ടേറ്റബിൾ ഒബ്ജക്റ്റ് ആയി ചേഞ്ച് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ താഴെ റൊട്ടേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് മൗസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്ക് ഈ ഒരു ആം ചെയറിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ ടിൽറ്റ് ആണ് കാണുന്നത്. ഈ ടിൽറ്റ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ചെയറിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇതിന്റെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ചെയ്യുന്നതിനായി ഇവിടെ പെർസ്പെക്റ്റീവ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം മൗസിനെ ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിന്റെ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ സൈസ് നോർമലായി ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ റൊട്ടേറ്റ് ടൂളിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലോ ക്വാളിറ്റി പ്രിവ്യൂ ആണ് ഇവിടെ ലഭിക്കുക. ഇനി ഡൺ എന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ക്വാളിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്ത പൊസിഷനിൽ എൻഹാൻസ് ആകുന്നതാണ്. ഇവിടെ നമ്മുടെ ആം ചെയർ നമ്മളൊരു 3D ഒബ്ജക്റ്റ് പോലെ റൊട്ടേറ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ പ്രോപ്പർ കോണ്ടാക്ട് ഷാഡോസ് ആണ് നമുക്കിതിൽ ഫിക്സ് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്ത ശേഷം ഹാർമനൈസ് എന്ന കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിലെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ പ്രോപ്പർ കോണ്ടാക്ട് ഷാഡോസും ഇമേജിന്റെ ലൈറ്റിംഗ്, കളർ, ടെമ്പറേച്ചർ ഇതെല്ലാം മാച്ചായി ലഭിക്കുന്നതാണ്. 3 വേരിയേഷൻസ് ആണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് വേണ്ട ഒരു വേരിയേഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ആദ്യത്തെ ഈ ഒരു വേരിയേഷൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഏതൊരു ഇന്റീരിയർ ആർക്കിടെക്ചർ സീനുകളിലേക്കും ഏതൊരു ഒബ്ജക്റ്റിനെയും ഫോട്ടോഷോപ്പിൽ ആ ഇമേജിന്റെ പെർസ്പെക്റ്റീവ് മാച്ച് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് ബീറ്റയിൽ റിലീസായ റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ടൂൾ ആർച്ചീവ്സ് വിഷ്വലൈസേഷൻ ആർട്ടിസ്റ്റുകൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ടൂളാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇനി 3D റെൻഡേഴ്സിൽ ഫോട്ടോഷോപ്പിലൂടെ ഒബ്ജക്ട്സുകൾ പ്ലേസ് ചെയ്യുന്ന എല്ലാവരും ഈ ടൂൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.